അതിനിടയിൽ നിന്ദിതനും പീഡിതനുമായ ഒരാൾ കുരിശിൽ നിന്നിറങ്ങി നേരെ പത്തനംതിട്ടയിലേക്ക് നടന്നു. ഇതുപോലെ വഞ്ചന നടത്തിയ സാഹചര്യത്തിൽ വലിയ മനപ്രയാസമുണ്ടായി. ഞാനത് പിന്മാറാനുണ്ടായ സാഹചര്യം അതാണ്. ഇപ്പോൾ ആ സാഹചര്യം നിലവിലില്ല. ഞാൻ വിശദമായി പഠിച്ചപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ മുഴുവൻ നിർബന്ധമായി നിൽക്കണം എന്ന അഭിപ്രായമാണ്. അതുകൊണ്ട് പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുകയാണ്. മത്സരരംഗത്തേക്ക് കടന്നു വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആൻറ്റോ ആൻ്റണിയുടെ നെഞ്ചത്ത് ആദ്യത്തെ ആണി ആഴ്ന്നു കഴിഞ്ഞു. ഇനി പത്തനംതിട്ടയിൽ ഐക്യജനാധിപത്യ മുന്നണി ഒന്ന് വിയർക്കും. അവരെ മുന്നണിയിൽ പോട്ടെ, ഞാൻ വിശാലിച്ച് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വാക്ക് വ്യത്യാസം രമേശ് ചെന്നിത്തലുണ്ട്, നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, അങ്ങനെ പറയും. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട്. ഈ തിരക്കിനിടയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ തിരഞ്ഞാൽ കിട്ടുമോ? അതൊന്നും വേണ്ട. PC പറഞ്ഞാട്ടെ, എന്താണ് ഉണ്ടായത്? കോൺഗ്രസിൽ ചേരാൻ പോയിട്ട് സത്യത്തിൽ എന്താണ് ഉണ്ടായത്? എന്നോട് ഒരു ദിവസം തിരുവനന്തപുരം എന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ചെന്നു. അവിടെ നിന്ന് എന്നോട് നമ്മുടെ നെടുമ്പാശ്ശേരി നമ്മുടെ ആലുവ പാലസ് വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ആലുവ പാലസ് ചെന്നു. അപ്പം ദൂതൻ വന്നു, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഹോട്ടലുണ്ട്, 5 സ്റ്റാർ, അവിടെ ചെല്ലാം. ഫ്ലോറ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് രമേശ് ചെന്നിത്തല വന്നു. 326 മറ്റോ മുറി പോയി. രമേശ് ചെന്നിത്തല വന്നു. വളരെ സന്തോഷം, ഒറ്റക്കെട്ടായി പോകണം, ഒരു വിട്ടുവീഴ്ചയില്ല, നമുക്ക് മന്ദിച്ച് പോകണം. അങ്ങനെ തീരുമാനമെടുത്ത് ഉമ്മൻചാണ്ടിയും നമ്മുടെ മുല്ലപ്പള്ളിയായിട്ട് ചർച്ച ചെയ്യാം. തിങ്കളാഴ്ച അന്നേ തന്നെ തിരുവനന്തപുരം പറഞ്ഞോ. ആ രാത്രിക്ക് വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് പോയി. ഒന്ന് ആലോചിച്ച എൻ്റെ ഗതി. ഇതുപോലെ അപമാനിക്കാവും. അതു ശരി. അപ്പോൾ അങ്ങനെ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ജനുവരി 12-ാം തീയതി ഞാനൊരു കത്ത് കോൺഗ്രസ് കൊടുത്ത് അറിയുള്ളൂ. അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാണെങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് മുല്ലപ്പള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. ഒരു ചർച്ച വന്നപ്പോൾ മുല്ലപ്പള്ളി ചോദിച്ചു, UDP ചേർന്ന് പോകാൻ പാടില്ലേ? നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഈ കോൺഗ്രസ് ഒരു കത്ത് ഞങ്ങളത് മുൻകൈ എടുക്കാം. അങ്ങനെയാണ് ഞാൻ കത്ത് കൊടുത്തത്. അല്ല, കത്ത് കൊടുക്കേണ്ട കാര്യം എനിക്കെന്താ? ആ കത്തിൻ്റെ കാര്യം പൊളിറ്റിക്സിന് ഓർമ്മയുണ്ട്. UDF യോഗത്തിന് ശേഷം ബെന്നിയും ചെന്നിത്തലയും കൂടി വായിച്ചു തോർക്കുന്നുണ്ട്. കേരള ജനപക്ഷം അവസാനത്തെ വായിച്ചു. അതെ, ആദ്യത്തെ ഇത് തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചെന്നുള്ളതാണ്. ഈ അവസരത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കേരള ജനപക്ഷത്തിൻ്റെ താല്പര്യം ചെയർമാൻ എന്നതിൽ ഔദ്യോഗികമായി അങ്ങേ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നതാണ്. അത് എന്നിട്ടും ആ കത്തവിടെ ചർച്ചയ്ക്ക് വെക്കാൻ പ്രതിപക്ഷ നേതാവിന് തോന്നിയില്ല എന്നതാണ് കഷ്ടം. അല്ല, എൻ്റെ തോന്നലല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കത്ത് ഇവിടെ ചർച്ച ചെയ്തില്ല. കാരണം ആ കത്തിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി സഹകരിക്കണമെന്നാണ് ജനപക്ഷം ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം തീരുമാനിക്കേണ്ടത് UDF യോഗത്തിലോ UDF ചെയർമാൻ എന്നുള്ളതിൽ ഞാനും അല്ല. അത് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റും KPCC. ആ മുല്ലപ്പള്ളി ഇപ്പോൾ അറിയാലെന്ന് പറഞ്ഞാലോ, ഇത് കോൺഗ്രസ് തകരാൻ പോവുകയാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ തീരുന്ന പാർട്ടി കേരളത്തിലും അതേപടി തകരണം. ശപിക്കല്ലേ, ശപിച്ചങ്ങ് നശിപ്പിക്കല്ലേ. അഥവാ കോൺഗ്രസുകാർ ഇനിയും വിളിച്ചാലോ? കോൺഗ്രസ് വിളിച്ചാൽ ഇനി ഏത് പട്ടി പോകാന്? കോൺഗ്രസ് വിളിച്ചാൽ പോവുമെന്ന്. ആട്ടാച്ചായ, BJP വിളിച്ചാലോ? ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ BJP-യോട് കൂടാൻ വിഷമമൊന്നുമില്ല. BJP മോശം പാർട്ടിയാണെന്നൊരു ചിന്ത എനിക്കില്ല. BJP പിന്തുണ തന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കും, സംശയം വല്ലതും ഉണ്ട്. കോൺഗ്രസിന് വെച്ചത് BJP-ക്ക് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും പൊളിറ്റിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.